கண்ணோடு கண்களேற்றும் கற்பூர தீபமே, கை தீண்டும் போது பாயும் மின்சாரமே, உல்லாச மேடை மேலே ஓரங்க நாடகம், இன்பங்கள் பாடம் சொல்லும் என் தாயகம். ഏട്ടാ അവിടെ വെച്ച ചട്ടിയിൽ മുട്ടണ്ട. ഇപ്പോഴല്ലേ പറഞ്ഞത് ചൂടുവെള്ളം ചട്ടിയിൽ മുട്ടണ്ടാന്ന്. അയ്യോ ഞാൻ പറഞ്ഞിട്ടല്ലേ ഇപ്പൊ പോയത്. ഏട്ടാ പോകുമ്പോഴേ ഇന്ന് ലോണിന്റെ പൈസ തന്നിട്ട് പോയേ. 650 രൂപ. 650 രൂപ. അത് വേറെ ലോണ്. എന്താണ്ടി അമ്മ നിന്റെ ഇടപാട്? മനസ്സിലായില്ല. ലോൺ എടുത്താൽ മാത്രം മതി, അടയ്ക്കണ്ടേ? അത് നേരത്തെ പറയണ്ടേ. ഇന്ന് ലോൺ ഉണ്ടെന്ന് പറയണ്ടേ. ഇന്നലെ തന്നില്ലേ പൈസ? അതെന്ത് ചെയ്ത്? ഇന്നലത്തെ ലോൺ അത് വ്യാഴാഴ്ച ലോണ്, ഇന്ന് വെള്ളിയാഴ്ച ലോണ്, നാളെ അച്ഛൻ്റെ അടവ്. ഞായറാഴ്ച ഒരു ദിവസം മാത്രം ലീവുള്ളൂ. അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഒരു ദിവസം കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ഇസാഫ്. നല്ല ചൂടുണ്ട്. ലോണിന്റെ ടെൻഷൻ തന്നെ ചൂടോടെ കഴിക്കാതിന്ന്. അതില്ലേ ഏട്ടാ, ഞാൻ എൻ്റെ അമ്മനെ കൊണ്ടേ പണ്ട് ലോൺ എടുക്കുമ്പോൾ വെറുതെ വഴക്ക് പറയും. എത്ര ലോണാണ് ഉള്ള ലോണിനൊക്കെ കൊണ്ട് തലയിട്ടിട്ട് എനിക്കൊന്നും വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ വഴക്ക് പറയും. ഇപ്പം എനിക്ക് എത്രയാ ലോണില്ലേ. എന്തായാലും അത് അടങ്ങനെയൊക്കെ അടഞ്ഞു പോകും. അതിനിപ്പോൾ ഇത്ര വലിയ എക്സ്പ്രഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്ര അടച്ചില്ലേ, ഇനി ഏപ്രിലും മെയ്യൊക്കെ ആകുമ്പോഴേക്കും ലോണൊക്കെ അടവ് തീരും. അത് കഴിഞ്ഞ് നമുക്ക് വലിയ ലോൺ എടുക്കാതെ അപ്പോൾ ഒരൊറ്റ കടവല്ലുണ്ടാവുള്ളൂ. എൻ്റെ അമ്മയാണ് പറയണതേ, ലോണ് അപ്പോൾ ഏകദേശം എല്ലാ ലോണും അടച്ചു കഴിഞ്ഞു. അടവൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴേ അമ്മ പറയണേ, അമ്മ ഇനി ലോൺ എടുക്കണ്ട, ഇനി എന്തിനു വെറുതെ ലോൺ എടുക്കുന്നത് എന്താണ്, പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലല്ലോ, ലോൺ എടുക്കണ്ട, നിങ്ങൾ എന്തിനു വെറുതെ കടം വാങ്ങുന്നു പറഞ്ഞപ്പോഴേ, അയ്യോ എനിക്ക് ലോൺ എടുക്കാണ്ടിരുന്നാൽ പറ്റില്ല, എനിക്ക് കടം വാങ്ങാണ്ടിരുന്നാലേ എന്തോ ഒരു ടെൻഷനാണ്. ഇത്ര എന്തോ ഒരു ടെൻഷനാണ്, അതുകൊണ്ട് കൊണ്ട് ലോൺ എടുക്കണമെന്ന്. അങ്ങനെ എന്തിനാണ് അവൻ അനിയൻ എന്നെ വിളിച്ചിട്ട് അവൻ പറയണേ, ഹരി ചേച്ചി അങ്ങനെയാണ് അമ്മ പറയുന്നത്, ലോൺ എടുക്കാണ്ട് ഫ്രീ ആയിരിക്കാൻ പറഞ്ഞാൽ അമ്മ പറയണേ ലോൺ എടുക്കാണ്ടിരുന്നാൽ പറ്റില്ല, കടം വാങ്ങാണ്ടിരുന്ന എനിക്ക് സമാധാനം ഇല്ലാന്ന്. ശീലിച്ചു പോയിട്ടല്ല, അതൊരു ഇവിടെ നാട്ടിൻ പുറത്ത് പോയി നോക്കി എല്ലാവരും കൂടി ലോൺ അടയ്ക്കാൻ പോകുന്ന സമയത്ത് ഒരു എന്താ പറയാ അയൽക്കൂട്ടം കൂടുതൽ പോലെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കില്ലേ, അവർക്കതൊരു രസമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ലോൺ ഇല്ലാത്തവർ അവിടെ പോയിരുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അവിടെ കാര്യമുണ്ട് വഴക്ക് പറയും. ലോൺ ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കുമോ അറിയില്ല. ഞാൻ അമ്മനെ കൊണ്ട് ചോദിച്ചു, അമ്മ കടവില്ലാണ്ട് സമാധാനത്തോടെ ഇരുന്നൂടെ, എന്തിനാ അമ്മ വെറുതെ പിള്ളേരെ ബുദ്ധിമുട്ടിക്കുന്നു ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇതാണ്, എനിക്ക് ലോൺ ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല, എനിക്ക് ലോൺ എടുക്കണം. സത്യമായിട്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം വീട്ടിൽ പോകുമ്പോൾ വേണമെങ്കിൽ ചോദിക്കാം അമ്മനെ കൊണ്ട്, അമ്മ ലോൺ എടുത്ത് തെറ്റേന്ന്. മകൾ ഒരുപാട് ലോൺ എടുത്ത് കൂട്ടുന്നുണ്ട്, അതുപോലെ അമ്മയ്ക്ക് ഒരു ലോൺ എടുത്തേറ്റാ ചോദിക്കും. മതിയോ? ദോശ മതിയോ? ഇപ്പൊ ലോണിന്റെ കാര്യം മറക്കണ്ട. നിക്ക് എവിടെ പോണ്? തേങ്ങ ഒന്ന് പൊട്ടിച്ചോണ്ട് ഈ തേങ്ങ ഒന്ന് പൊട്ടിച്ചോണ്ട് പോയി. ഞാൻ എങ്ങനെ പൊട്ടിക്കും? കൊടുവാളും ഇല്ല, ഒന്നുമില്ല. അതെ, ഒരു കാര്യം മറന്നാ, ഇന്ന് എത്ര ഡേറ്റ് അറിയോ? ഇന്ന് 29 അല്ലേ? ഏട്ടാ 1-ാം തീയതി വാടക കൊടുക്കണ്ടേ? എന്താണ് ഏട്ടാ ലോണിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തിരിഞ്ഞിട്ട് നടക്കണത്? എനിക്കൊന്നും അറിയില്ല. എനിക്ക് അവൻ്റെ ലോൺ കൊടുക്കണം. നിങ്ങൾ പറയുമ്പോൾ ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല. എന്ത് പറഞ്ഞു വെച്ചാലും അടയ്ക്കാലോ എന്നിട്ട് ലാസ്റ്റ് അവരെല്ലാം വന്നിട്ട് അവന്റെ മുന്നിൽ വെച്ചിട്ട് എല്ലാവരും എന്നെ വഴക്ക് പറയട്ടെ. അപ്പൊ നിങ്ങൾക്ക് സമാധാനം ആവുമോ? ഇല്ല, പറയില്ല. നിങ്ങളൊന്ന് വന്ന് നോക്കിന അവിടെ ലോൺ. എന്താ ലോൺ എടുക്കുമ്പോൾ മാത്രം ഭയങ്കര ഉത്സാഹമായിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെയാണ്, ലോൺ എടുത്ത് അടയ്ക്കണം. ഇത് ലോൺ എടുക്കുമ്പോൾ മാത്രം ഭയങ്കര ഇത് കാണിച്ചു. എന്നിട്ട് അടയ്ക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വന്ന് ചാടുകയും ചെയ്യും. അത് ചോദിക്കുമ്പോൾ ഇത് തരുന്നില്ലേ, എന്നിട്ട് എല്ലാവരും മുന്നേ എന്നെ നാണം കൊടുത്തു. പിന്നെ ദേഷ്യം വരില്ല. പിന്നെ പറയുന്നില്ല ഞാൻ. എപ്പോൾ നോക്കിയാലും ലോണിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ വഴക്കന്നെ എല്ലാ ദിവസവും. നിങ്ങൾ രാവിലെ വെച്ചാൽ ഫോൺ വഴക്കുണ്ടാക്കാണ്ട് പോകാൻ സമാധാനം ഉണ്ടായില്ലേ?
അതായത് വഴക്കുണ്ടാക്കുന്ന ആൾക്കാർ വഴക്കുണ്ടാക്കാണ്ടിരിക്കണം. നിങ്ങൾ ഒരുപാട് വലിയ ഡയലോഗ് ഒന്നും പറയുന്നത് സിനിമയിൽ പറയുന്ന പോലെ. എനിക്ക് എന്താന്ന് പറഞ്ഞാൽ ലോണിന്റെ പൈസ കറക്റ്റ് സമയത്ത് അടച്ച പ്രശ്നമേ. എനിക്ക് എങ്ങനെയാണ് അറിയോ, നിനക്ക് ഈ രാവിലെ എണിച്ച് പറഞ്ഞു വെച്ചാ, അതായത് നിനക്ക് സംഭവം ഇതൊക്കെ അടക്കണ സംഭവം തന്നെയാണ് ഇല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ രാവിലെ എണിച്ച് പറഞ്ഞു വെച്ചാൽ ഈ ഇറങ്ങി പോണ സമയത്ത് നീ പറയുന്നില്ലേ, അതാണ് നിന്റെ വലിയൊരു തെറ്റ്. മനസ്സിലായോ? എപ്പോഴും പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. ഈ ലോൺ അടയ്ക്കണം, ഈ ലോൺ അടയ്ക്കാനുണ്ട്, ഈ സംഭവങ്ങളൊക്കെ നീ എങ്ങനെ പറയണ അറിയോ? വീട്ടിൽ വന്നിട്ട് റിലാക്സ് ആയിട്ട് നിൽക്കില്ല. വൈകുന്നേരം വന്നാ പറയും ഞാൻ വന്ന് കേറിയല്ലേ ഉള്ളൂ പറയും. രാവിലെ പറഞ്ഞോട്ട് പോകുമ്പോ തന്നെ പറയണ ചോദിക്കും. ഉച്ചക്ക് ചോറുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഫോണും നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ രാത്രിയായി പിന്നെ സുഖമായി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് വിളിച്ചെടുത്തിട്ട് ഞാൻ പറയാൻ പറ്റുമോ? അപ്പൊ ഇപ്പൊ ഇറങ്ങി പോണ സമയത്ത് പറയാൻ പറ്റുമോ? നിങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ എന്താ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മൾ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോവാണ്. അപ്പൊ ഇത്ര നേരം പറഞ്ഞു വെച്ചാൽ നീ പറഞ്ഞില്ല ഫോൺ നോണ്ടെന്നാണ് ഫ്രീ ആണ്. ഫോൺ നോണ്ടുന്നത് ഫ്രീ ആണ്. ഞാൻ ഫോൺ നോണ്ടുന്ന സമയത്ത് വിളിച്ചാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. അതല്ല പറഞ്ഞത്, ഞാൻ ഇറങ്ങി പോണ സമയത്ത് എവിടേക്കാ ഞാൻ പോണത്? ഇറങ്ങി പോണില്ലേ? ജോലിക്കല്ലേ പോണ്. ഈ ജോലിക്ക് പോണ സമയത്ത് എന്തിനാ നീ പറയാൻ നിക്കണേ? ബാക്കിയുള്ള നേരത്തെയൊക്കെ നീ അപ്പൊ നോക്കുമ്പോൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം ചെയ്യാം, വെറുതെ ഇങ്ങനെ കാലം മടക്കില്ല. ഇങ്ങനെയൊക്കെ നീ പറയുന്നില്ല. അപ്പോഴൊന്നും പറയാത്ത സംഭവം ഒരു ജോലിക്ക് ഇറങ്ങി പോണ സമയത്ത് നീ പറയണ്ടല്ലോ. ഒരു കാര്യം പറയാം. ഇനി എന്ത് ചെയ്യാന്നറിയോ, ലോണുകാർ അവിടെ വന്ന് നിൽക്കുമല്ലോ. അപ്പൊ അവര് എന്നെ വഴക്ക് പറയും. അപ്പൊ ഞാൻ എന്റെ ഭർത്താവിന്റെ നമ്പറാണത്, വിളിച്ച് നിങ്ങൾ പറയും വേണ്ട കൊടുക്കാം. എന്താണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോവും, അവിടെ ഉണ്ടല്ലോ അവിടെ പറയും, അവിടെ കൊടുത്തിട്ടുണ്ട് പറയും. അപ്പോഴും നീ വന്നിട്ട് ഇത് ഇറങ്ങി പോകുമ്പോ തന്നെ പറയുന്നതാണ് നീ പറയണത്. എപ്പോഴും നിങ്ങൾ പറയുന്നത് ഞാട്ടെ ഒരു കാര്യം പറ്റും. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യണം. എന്താ പറഞ്ഞു വെക്കും. നിങ്ങളുടെ ഫോണില്ലേ അങ്ങനെ നിർത്ത്. നിങ്ങൾ വൈകുന്നേരം വന്നു അതല്ല, നിങ്ങൾ വൈകുന്നേരം വരുന്ന സമയത്ത് കുറച്ചു നേരം ഫോണ് മാറ്റി വെക്കും. സ്വഭാവം എന്താണെന്നറിയോ? ഇങ്ങനെ നിർത്ത്. ഇങ്ങനെ ഒരു കൈ കാണിച്ച് സ്റ്റോപ്പ് ചെയ്യണം. നിന്റെ സ്വഭാവം. എന്റെ സ്വഭാവം അങ്ങനത്തെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ ആയതെന്ന് അറിയുള്ളൂ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. എന്തെന്നറിയോ, എന്തെങ്കിലും പറയാം ആ സമയം മാറ്റി വെക്കണം. നിങ്ങൾക്ക് ഫോണ് വേണ്ട ഫോണിൽ നോക്കുന്ന സമയം പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാ സംസാരിക്കണ, നിനക്ക് എന്തെങ്കിലും വേണം എന്ന് ചോദിക്കണം. ഇത് ചോദിക്കണ സമയേ ഇല്ല. ഭാര്യക്ക് സമയം മാറ്റി വെക്കണം. അന്ന് അത് നീ ഭർത്താവിനിക്ക് മാറ്റി വെച്ചാൽ നിനക്ക് എന്താ കുഴപ്പം? നിങ്ങൾക്ക് നീ എല്ലാ കാര്യം പൊന്ന തോർത്തെടുക്ക്, പൊന്ന സോപ്പ് എടുക്ക്, പൊന്ന അതെടുക്കാൻ എല്ലാം കൊടുത്ത് തരുന്നില്ലേ, എല്ലാം വെച്ച് തരുന്നില്ലേ? അങ്ങനെ എന്നെ ചെയ്യണ്ട. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും വേണ അങ്ങനെ ചോദിക്കണം. എന്നിട്ട് ഞാൻ എന്തെങ്കിലും വേണം പറഞ്ഞു വെച്ചാൽ അപ്പോഴും നിങ്ങൾക്ക് മെന്നാന്ന് എന്ത് വേണം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. മെന്നാത്തെ കാര്യമില്ല, എനിക്ക് ഇന്നത്തെ കാര്യം ഓർമ്മയില്ല. പിന്നെയാണ് പിന്നാർത്തെ കാര്യം. കടല് വേണം പറഞ്ഞു വാങ്ങി തന്ന. ഒരു ഫ്രൂട്ട്സ് വേണം പറഞ്ഞിട്ട് എത്ര നാളെ എന്തിനാണ് നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങി തരുന്നത്? തിന്നാൻ വാങ്ങി തരുന്നുണ്ടോ? നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങി തരുന്നുണ്ടോ? അതിന് നീ തിന്നാ പിന്നെ തിന്നാണ്ട് കളഞ്ഞ? നീ തിന്നാണ്ട് കളഞ്ഞത് കൊണ്ടല്ലേ ഞാൻ വാങ്ങി തരാണ്ടിരിക്കണേ. എന്താ പറയട്ടെ, നീ തിന്നണ് പറഞ്ഞു വെച്ചാൽ എനിക്ക് ആ പ്രശ്നമേ ഇല്ലല്ലോ. നീ ഇപ്പൊ തിന്നിപ്പോ കാലിയാക്കി പറഞ്ഞു വെച്ചാൽ കാലിയാക്കിട്ട് ഇപ്പൊ തോന്നല് വരും. അത് പിന്നെ വാങ്ങിച്ചു തരണം എന്നുള്ള ഓർമ്മ വരും. നീ 2 എണ്ണം നിനക്ക് 4 എണ്ണം വാങ്ങി തരുന്ന പറഞ്ഞു വെച്ചാൽ അതിൽ 2 എണ്ണം നീ തിന്നു പറഞ്ഞു വെച്ചാൽ ബാക്കി 2 എണ്ണം എലിക്കാണ് നീ കൊടുക്കുന്നത്. എലിക്കും കൊടുക്കണോ? അത് അങ്ങനെ ആ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ പൂട്ടി വെച്ച്, അത് ഫ്രിഡ്ജ് ഓടുന്ന ഫ്രിഡ്ജാണെങ്കിൽ കുഴപ്പമില്ല. അതേ തുണി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ്, ആ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ച് ചൂടായി ഇങ്ങനെ, അതായത് ഫ്രഷ് ഫ്രൂട്ട്സ് പോയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പം നിങ്ങളെ കൊണ്ട് ലോണിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ ഫ്രൂട്ട്സിന്റെ കാര്യം നിങ്ങൾ വാങ്ങി തരും, അങ്ങനെ കാര്യം അങ്ങനെ എന്റെ മണ്ടി തിരിയാതെ. നിങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ പറ്റില്ല. പിന്നെ ചൂടാകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എത്ര എല്ലാരും മുന്നിൽ പറയുമ്പോ എത്ര സങ്കടമാണെന്ന് അറിയുള്ളൂ. അയ്യോ, നീ ഇത്രയ്ക്ക് ടെൻഷൻ ആകേണ്ട ആവശ്യമൊന്നുമില്ല. ലോണല്ലേ, അടയ്ക്കാമല്ലോ. കണ്ണോട് കൺകളേറ്റും കർപ്പൂര ദീപമേ, കൈ തീണ്ടും പോത് പായും മിൻസാരമേ, உல்லாசமேடை மேலே ஓரங்க நாடகம், இன்பங்கள் பாடம் சொல்லும் என் தாயகம், இங்கங்கு ஊஞ்சலாது நான் போகிறேன், அங்கங்கு ஆசை தீயில் நான் வேகிறேன், ஒன்றாக மோகனம் என் காதல் வாகனம், செந்தாமரை செந்தீன் மழை എന്നാവി നീയേ ദേവി. മതി മതി. ഓക്കെ. രാജരാജ സോഴൻ എനയാളും കാതൽ ദേശം നീതാ, പൂവേ കാതൽ തീരേ.
ഇവളെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇത് ഡെയിലി നടക്കുന്ന സംഭവം തന്നെയാണ്. ഇത് വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തതെന്നല്ല, ഡെയിലി ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. ഒരുപാട് ഇനി നിന്നാ ശരിയായില്ല. ബൈ.